ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 53-ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദശകവും ഭംഗിയായി ഭഗവാന്റെ കാൽക്കൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കട്ടെ. അതിനായിട്ട് എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥിക്കണം. ഹരി. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ, പരമശിവനതാം ആചാര്യനിക്കൈ തൊഴുന്നേൻ. ഓം ജനകായ നമ, ഓം ജനയിത്രേ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം, കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. 53-ാമത്തെ ദശകത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ധേനുകാസുരവധം എന്ന് പറയുന്ന കഥയാണ് പറയുന്നത്. അപ്പോൾ ധേനുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത്തവണ വന്ന അസുരൻ കഴുതയുടെ സ്വരൂപത്തിലാണ് ആ ഭഗവാന്റെ കൈകൊണ്ട് മുക്തി കിട്ടാനായിട്ട് ഉണ്ടായതെന്നാണ് പറയണത്. പക്ഷെ സാധാരണ നമ്മൾ ഇതുവരെ കണ്ട കഥകളിലൊക്കെ ഭഗവാൻ അങ്ങോട്ട് ചെന്നിട്ടല്ല ഒരു അസുരനെയും വധിച്ചിട്ടുള്ളത് ഇതുവരെ കൃഷ്ണാവതാരത്തിൽ. ഇങ്ങോട്ട് ആരെങ്കിലും വരും ഓരോ സ്വരൂപത്തിൽ, അപ്പോൾ ഭഗവാൻ അവരെ അനുഗ്രഹമുക്തി നൽകിയിട്ട് അങ്ങോട്ട് അയക്കും, വൈകുണ്ഠത്തേക്ക് എന്നാണ് കണ്ടിട്ടുള്ളത് അല്ലേ. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, ഭഗവാൻ അങ്ങോട്ട് ചെന്നിട്ടാണ് വധിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള പശ്ചാത്തലം എന്താ, കഥ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്. മേൽപ്പത്തൂര് ഇതുവരെ വൃന്ദാവനത്തിലെത്തിയതിന് ശേഷം ഭഗവാൻ കൂട്ടുകാരുടെ കൂടെ പൈക്കുട്ടികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് കാടുകളിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയം ഇങ്ങനെ ചെന്നു, ഓരോ പിറന്നാൾ ഇങ്ങനെ കഴിഞ്ഞു വരിക എന്ന് പറയില്ലേ. ഇപ്പോൾ ഭഗവാൻ ബാല്യത്തിൽ നിന്ന് പൗഗണ്ഡവയത്തിലേക്ക് എത്തി എന്നാണ് പറയണത്. അപ്പോൾ പൗഗണ്ഡവയം എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് 6 തൊട്ട് 10 വയസ്സ് വരെയുള്ള പ്രായം എന്നാണ് പറയണത്. അതായത് ആ 6ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച സമയത്തെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആ ഭഗവാൻ ഇത്തിരി ഒന്ന് മുതിർന്ന സമയത്ത് ഭഗവാൻ എന്താണ് ചെയ്തത്, ഇനി പൈക്കുട്ടികളെ ഒന്നുമല്ല മേയ്ക്കേണ്ടത്, എൻ്റെ പ്രായത്തിനനുസരിച്ച് അതിനനുസരിച്ചുള്ള പക്വതയോടുകൂടി ഇനി ഞാൻ പശുക്കളെ തന്നെ മേയ്ക്കാൻ പുറപ്പെടുകയാണെന്നുള്ള മട്ടിൽ അങ്ങനെ കുറച്ചൊന്ന് വലിയ കുട്ടിയായ സമയത്ത്, അധികമൊന്നുമില്ല കേട്ടോ, പറയണ കേട്ടാത്തൊന്നും 10-12 വയസ്സായിട്ടാണ് പറയണതെന്ന് അല്ല, 6 വയസ്സായപ്പോഴേക്ക് തന്നെ ആ ഉത്തരവാദിത്വം തനിക്ക് തൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം ഇനിതാ കൂട്ടിയെടുക്കുകയാണെന്നുള്ള മട്ടിൽ ആ ജ്യേഷ്ഠൻ്റെയും കൂട്ടുകാരുടെയും കൂടെ പൈക്കുട്ടികളെ മേച്ച് നടന്നിരുന്ന ഭഗവാൻ തൻ്റെ ബാല്യം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി പശുക്കളെ മേയ്ക്കാൻ തുടങ്ങുക എന്നുള്ള മട്ടിൽ അങ്ങനെ ആരംഭിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ അത്ഭുതമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. കാരണം ഈ പൗഗണ്ഡവയം, അതായത് കുറച്ചൊരു പക്വത വന്ന പ്രായത്തിലേക്ക് കടക്കുക എന്ന് കണ്ടപ്പോൾ തന്നെ ഭഗവാൻ തൻ്റെ ഉത്തരവാദിത്വം കൂട്ടിയെടുത്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഭഗവാന്റെ അവതാര ലക്ഷ്യം തന്നെ ഗോത്രാപരിത്രാണ കൃതയാവതീരണം എന്ന് പറയുന്നത്. എന്താ ആ ഗോത്രാപരിത്രാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ് എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിൽ എടുക്കാം. ഒന്ന് ഭൂമി അല്ലെങ്കിൽ ആ ഗോപരിപാലനം. അപ്പോൾ 2 അർത്ഥത്തിലെടുത്താലും ആ ഐശ്വര്യം അല്ലെങ്കിൽ ഭൂമിയുടെ പരിപാലനത്തിനാണ് ഭഗവാൻ ആ ഓരോ അവതാരവും എടുക്കുന്നത്. കൃഷ്ണാവതാരം അതേ പ്രത്യേകിച്ച് അതിനായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഭൂമിയുടെ പരിപാലനത്തിനായിട്ട് അവതാരം എടുത്തു വന്ന ഭഗവാൻ തൻ്റെ ആ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ഉത്തരവാദിത്വം കൂട്ടിയെടുത്തതിൽ അത്ഭുതമൊന്നുമില്ല. ഭഗവാന്റെ അവതാര ഉദ്ദേശ്യം കണക്കിലാക്കുമ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് മേൽപ്പത്തൂർ പറയുകയാണ്.
എന്തായാലും അങ്ങനെ ഇപ്പോൾ പശുക്കളെയൊക്കെ മേയിച്ചു തുടങ്ങിയിരിക്കണം. ഒരു ദിവസം ഇങ്ങനെ രാമൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ കൂടെ ഇങ്ങനെ പശുക്കളെ മേയിച്ച് സന്തോഷിച്ച് ആ വനത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീരാമാവ് പറഞ്ഞു എന്നാണ്, ഇവിടെ അടുത്ത് കരിമ്പനകളൊക്കെ ഉള്ള വലിയൊരു കാടുണ്ടെന്ന്. അപ്പോൾ ആ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ഫലങ്ങൾ കഴിക്കാം, അപ്പോൾ താലഫലങ്ങൾ നമുക്ക് കഴിക്കാം, അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്നൂടെ എന്ന് ചോദിച്ചു എന്ന്. അങ്ങനെ ആ മിത്രത്തിൻ്റെ വാക്കനുസരിച്ച് എന്നാൽ അങ്ങനെ ആവാം എന്നുള്ള മട്ടിൽ അങ്ങോട്ട് യാത്ര ആരംഭിച്ചു എന്നാണ് പറയണത്. അവിടെ എത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഉയർന്ന് നിൽക്കുന്ന പനവൃക്ഷങ്ങൾ, അതിൻ്റെ മുകളിലൊക്കെ ഏതാ അവിടെ ഫലങ്ങൾ കാണുന്നുണ്ട്, പഴുത്ത് നിൽക്കണു. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു എന്നാ അതൊക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള മട്ടിൽ ഏട്ടനോടൊന്ന് സൂചിപ്പിക്കുക വേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും അനിയൻ പറയാൻ കാത്തിക്കുകയാണ് ഏട്ടൻ തൻ്റെ ആ ശക്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തൻ്റെ ആ ബലം ഉപയോഗിച്ചും കൊണ്ട് അതിൻ്റെ നേരെ ഒരു പ്രകമ്പനം ഉണ്ടായി എന്ന് മാത്രമേ പിന്നെ പറയേണ്ടതുള്ളൂ. ആ ഫലങ്ങളൊക്കെ താഴേക്ക് എത്തിയെന്ന് മാത്രമല്ല, അതിൽ പലതരം ഇളനീര് പോലെയുള്ള ആ നീരുള്ള ഫലങ്ങളുണ്ട്, അതേപോലെ മൂത്ത് പഴുത്ത ഫലങ്ങളുണ്ട്, അങ്ങനെ പല തരത്തിൽ പറയുന്നുണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ തന്നെ ആ പ്രദേശത്തിൻ്റെ പരിപാലനം നടത്തിയിരുന്ന ആ ധേനുകാസുരൻ എന്ന് പറയുന്ന അസുരനും ചാടി വീണു എന്നാണ് ഇവരുടെ നേർക്ക്. ഇങ്ങനെ വന്ന സമയത്ത് ഈ ധേനുകൻ, അതായത് കഴുതാന്നാണ് അർത്ഥം വരുന്നത്, സാധാരണ ജീവസമൂഹം എന്ന് അർത്ഥം എടുക്കാം, അല്ലെങ്കിൽ ഈ ബുദ്ധി കെട്ട അല്ലെങ്കിൽ തൻ്റെ ജീവൻ്റെ ആ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത നമ്മളെ പോലെയുള്ള ഓരോ ജീവന്മാരുടെയും സംരക്ഷണത്തിന് എന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇങ്ങനെയുള്ള ഈ ധേനുകന്മാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ അവതാരം എടുത്തത്, എന്നിട്ട് എൻ്റെ കൈകൊണ്ട് തന്നെ എങ്ങനെ അവരെ വധിക്കുക എന്നുള്ള മട്ടിൽ ഇത്തവണ ഭഗവാൻ ഒന്ന് പിന്നാക്കം നിന്നു എന്നാ. എന്നിട്ട് ഏട്ടനോട് പറയണ പോലെ ഈ കൃത്യം ഏട്ടൻ നിർവഹിച്ചോളൂ എന്നുള്ള മട്ടിൽ അങ്ങനെ നിന്നു എന്നാണ് പറയണത്. അപ്പോൾ ആ സുരന്മാരെ, അതായത് ദേവന്മാരെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്ന ഈ ധേനുകാസുരനെ വധിക്കാൻ അങ്ങനെ ജ്യേഷ്ഠനെയാണ് ഉത്തരവാദിത്തപ്പെടുത്തുന്നത് എന്നാണ് പറയണത്. എന്തായാലും ഈ ധേനുകാസുരൻ തൻ്റെ ഭൃത്യന്മാരുടെ കൂടെ വന്നു എന്നാണ് ഇവരുടെ നേർക്ക് യുദ്ധത്തിന്. ഭൃത്യന്മാരാരാ? കുറുക്കന്മാരാണെന്നാണ് പറയുന്നത് ഇവിടെ. എന്തായാലും അവർ ഓരോരുത്തരും യുദ്ധത്തിന് വന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട്, ഇവിടെ പറയുന്നുണ്ട്, കളിയായിട്ട് ഞാവൽപ്പഴങ്ങൾ മുകളിലേക്ക് എടുത്ത് എറിയണ പോലെ ഓരോ കരിമ്പനയുടെയും മേലേക്ക് അങ്ങോട്ട് ഓരോ ആ കുറുക്കനെയും ഈ ധേനുകാസുരനെയും മറ്റുള്ള കഴുതകളൊക്കെ എടുത്ത് എറിഞ്ഞ് വധിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട്. ഇതൊക്കെ ഒരു രസമായും കൊണ്ട് നമ്മൾ ഇതിന് മുൻപത്തെ ദശകത്തിലും പറഞ്ഞു, ഭഗവാൻ എല്ലാം ഒരു ആസ്വാദനമാണ്. യാതൊരു സാഹചര്യത്തിലും ഭഗവാൻ വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ പരിഭ്രമിച്ചിട്ടോ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കില്ല, ഒക്കെ ഒരു ആസ്വാദനമാണെന്ന്. അതേ മട്ടിൽ തന്നെ ഇവിടെ കളിയായതുകൊണ്ട് ഇങ്ങനെ ഇവരെ ഓരോരുത്തരെയും വധിക്കാൻ തുടങ്ങിയെന്നാ. ഇങ്ങനെ വധിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കുറുക്കന്മാർക്ക് പറയണ ആ പേര് ജംബുകം എന്നാണ് പറയണത്. ജംബൂക തദീയ ഭൃത്യാനപി ജംബുകത്വേനോപാഗതാൻ അഗ്രജ, അങ്ങനെയാണ് പറയണത്. അപ്പോൾ ജംബുകം എന്നാണ് ഇവിടെ ആ ഉദ്ദേശം ആ വാക്കിൻ്റെ. പക്ഷെ ഇതേ പേരാണ്, ജംബുകൻ എന്നുള്ള പേര് വരുണദേവനും ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ വരുണദേവൻ ഈ ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു മഹാത്മ്യം കാരണേ പേടിച്ച് വരച്ചും കൊണ്ട് ഇനി തൻ്റെ പേരും ജംബുകൻ എന്നാണ്. പക്ഷെ അത് വേദങ്ങളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഭഗവാനെ അടിയൻ്റെ നേർക്ക് ക്രോധമൊന്നും ഉണ്ടാവരുതേ എന്ന് പറഞ്ഞോ എന്ന് തോന്നിപ്പോകുന്ന ഇവിടെ മേൽപ്പത്തൂരിൻ്റെ ഒരു ഭാവന. എന്തായാലും ആ ദേവന്മാർക്കൊക്കെ വളരെയധികം സന്തോഷമായി ധേനുകാസുരവധം കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ ഭഗവാന്റെ അവതാരത്തിൻ്റെ ആ ഫലം കാണാൻ തുടങ്ങി, അതിൻ്റെ ആ ഉദ്ദേശം എന്താണോ അത് ഓരോന്നായിട്ട് അവിടെ ഫലം കാണാൻ തുടങ്ങിയെന്ന് അവർ സ്തുതിക്കുന്ന സമയത്ത് ഭഗവാനും ചിരിച്ചും കൊണ്ട് പറഞ്ഞു, അതെ അതെ ഫലം കിട്ടി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ആ താലഫലങ്ങൾ കയ്യിലെടുത്തും കൊണ്ടാണ് അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടാണ് പറയണത്. ഭഗവാൻ തൻ്റെ ആ മഹാത്മ്യം പോലും അവിടെ ചുരുക്കി കാണിക്കുകയാണ്. അതിനെയൊക്കെ ഒരു ലാഘവമായിട്ടാണ് എടുക്കുന്നത്. ഇതൊന്നും ഞാൻ ചെയ്യണ അത്ര വലിയ ഒരു കേമത്തായിട്ട് ഭഗവാൻ അവിടെ കാണിക്കണേ ഇല്ല. അത് കാരണം തന്നെയാണ് ഭഗവാനെ സ്തുതിക്ക് വർധനവ് വരുന്നതും. ഒരാൾ ഞാൻ ഇന്ന കാര്യം ചെയ്യണത് കേമാണെന്ന് അയാൾ തന്നെ പറഞ്ഞ് നടക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർക്ക് അതിൻ്റെ കേമത്വം കുറഞ്ഞിട്ടാ തോന്നുക. നേരെ മറിച്ച് അയാൾ വിനീതനായിട്ട് അതൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ മഹാത്മ്യം വർദ്ധിക്കുക ചെയ്യണത്. അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർക്ക് അയാൾ ഒന്നും കൂടി പ്രശംസിക്കാനാണ് അല്ലേ തോന്നുക. അപ്പോൾ ഭഗവാൻ ആ ഒരു പാഠവും കൂടി നമുക്ക് ഇവിടെ പഠിപ്പിച്ചു തരികയാണ്. എന്തായാലും ഭഗവാൻ ആ ഒരു കൃത്യം ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹാത്മ്യം, അതിൻ്റെ ഒരു അതൊന്നും ചിന്തിക്കാണ്ട് ആ കുട്ടികളുടെ കൂടെ കളിച്ച് രസിച്ച് ആ ഫലങ്ങളൊക്കെ കഴിച്ച് ആ ആസ്വാദനത്തിൽ മുഴുകിയിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും സന്തോഷമായി, നല്ല മധുരമുള്ള ഫലങ്ങളൊക്കെ കഴിക്കാൻ പറ്റി.
എന്നിട്ട് ആ ഒരു ജയം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു സംതൃപ്തിയോടുകൂടി അവർ തിരിച്ച് വീട്ടിലേക്ക് ഈ ഫലങ്ങളൊക്കെ കൊണ്ട് അവർക്ക് ഇഷ്ടത്തോളം അവർ വേണ്ടത്ര കഴിച്ചു, ബാക്കിയൊക്കെ വീട്ടിലേക്ക് ഗൃഹങ്ങളിലേക്ക് കൊണ്ടുപോയി കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും പറഞ്ഞു നടക്കുകയാണ് ഈ ഗോപക്കുട്ടികളെ, ആ ധേനുകാസുരനെ വധിച്ചു, കൃഷ്ണൻ കൊന്നു, ബലരാമൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടെ ആ ജയാരവത്തോടു കൂടിയാണ് അവിടെ പ്രവേശിക്കണേ. കാരണം എന്താ, ദേവന്മാർക്ക് മാത്രമല്ല ചുറ്റും ഉണ്ടായിരുന്ന ഗോപസമൂഹത്തിനായാലും ഒരു ഭീഷണിയായിക്കൊണ്ടായിരുന്നു ആ അസുരൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അസുരനെ നിഗ്രഹിച്ചു എന്ന് കേട്ടപ്പോൾ ആ ജനങ്ങൾക്കും അതേ സന്തോഷം. ആ ഫലങ്ങൾ ആസ്വദിക്കുന്നതിൻ്റെ കൂടെ ഈ കുമാരന്മാർക്ക് സദാസമയവും ജയം ഉണ്ടാവട്ടെ, ആയുസ് വർദ്ധിക്കട്ടെ എന്ന് അവരും അതേ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചും കൊണ്ട് അനുഗ്രഹിച്ചും കൊണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി ആ ദിവസം അവിടെ കടന്നുപോയി. ഇങ്ങനെയുള്ള ലീലയാടിയിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, അടിയൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടാണ് മെൽവത്തൂര് ഈ ദശകം സമർപ്പിക്കുന്നത്. നമുക്കും ഈ ദശകം ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. ആദിത്യബാല്യം ജഗതാം പതി ത്വം ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തഥാ ഗോഗണപാലനായാം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രാപരിത്രാണകൃതേ അവതീർണ തദേവ ദേവാരവധാസ്തദായത്. കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംന സ്വസഖസ്യ വാചാ മോദാദഗാധേനുകാനനം ത്വം. ഉത്താലതാലീനിവ ഹേത്വദുക്ത്യാ ബലേന ധൂതേ അഥ ബലേന ദോർഭ്യാം മൃദുഃഖരശ്ചാഭ്യവദത് പുരസ്താത് ഫലോത്കരോധേനുകദാനവോऽപി. സമുദ്യതോ ധൈനുകപാലനേऽഹം കഥം വധം ധൈനുകമദ്യ കുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരൗഘയോദ്ധാരമജീഘതസ്ത്വം. തദീയഭൃത്യാനപി ജംബുഗത്വേനോപാഗതാനഗ്രജ സംയുതസ്ത്വം. ജംബൂഫലാനീവ തദാ നിരാസ്ഥ താലേഷു ഖേലൻ ഭഗവൻ നിരാസ്ഥ. വിനിഘ്നതി ത്വയ്യഥ ജംബുകൗഘം സനാമകത്വാദ് വരുണസ്തദാനീം. ഭയാകുലോ ജംബുകനാമധേയം ശ്രുതിപ്രസിദ്ധം വ്യഥിതേതി മന്യേ. തവാവതാരസ്യ ഫലം മുരാരേ സഞ്ജാതമദ്യേതി സുരൈർനുതസ്ത്വം. സത്യം ഫലം ജാതമിഹേതിഹാസി ബാലൈः സമം താലഫലാന്യഭുങ്ക്താ. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേദോഭരഭൃന്തി ഭുക്ത്വാ. തൃപ്തൈശ്ച തൃപ്തൈ ഭവനം ഫലൗഘം വഹദ്ഭിരാഗാ ഖലു ബാലകൈസ്ത്വം. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യദദ്ഭിർമധുരാണി ലോകൈः. ജയേതി ജീവേതി നുതോ വിഭോ ത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. ഗുരുവായൂരപ്പ ശരണം.